ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ് ആണ്. നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരം സൺറൈസേഴ്സ് vs പഞ്ചാബ്. രണ്ട് ടീമും പോയിന്റ് ടേബിളിൽ ടോപ്പിൽ നിൽക്കുന്ന ടീമാണ്. നല്ല കിടിലൻ മത്സരമായിരിക്കും. നമുക്ക് മത്സരത്തിന് മുന്നേ അറിയാമായിരുന്നു. കാരണം ഈ ഒരു IPL ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം പകുതി മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ടോപ്പ് 4 സീൽ ചെയ്യപ്പെട്ടു എന്നാണ് ഒട്ടുമിക്ക എല്ലാവരും വിധി എഴുതിയത്. കാരണം ടോപ്പ് 4 വരുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് പഞ്ചാബ്, RCB, രാജസ്ഥാൻ, അതുപോലെ തന്നെ സൺറൈസേഴ്സ് വരികയാണ്. ഈ 4 ടീമുകളും വരികയാണ്. ബാക്കി ടീമുകളൊന്നും ഇനി കളിക്കണ്ട എന്നുള്ള മട്ടിലായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് 12 എന്ന് പറയുന്ന പോയിന്റിൽ എല്ലാ ടീമുകളും സ്റ്റക്കായി. താഴത്തുള്ള ടീമുകളൊക്കെ ജയിച്ചു. അതുകൊണ്ട് പോയിന്റ് ടേബിൾ ഒന്നുകൂടി ടൈറ്റായി, മത്സരം ക്രൂഷ്യലായി. അതായത് കോമ്പറ്റീറ്റീവ് ആയി കുറച്ചുകൂടി. പഞ്ചാബ് ഫസ്റ്റത്തെ 7 മത്സരം കഴിയുമ്പോൾ തോൽവി അറിയാതെയാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീടുള്ള പുതു മത്സരങ്ങളിൽ പഞ്ചാബ് എക്സ്പോസ്ഡ് ആയി എന്ന് തന്നെ പറയാം. ചേസിങ്ങിലോട് ജയിക്കുക എന്നുള്ള വരെ കാര്യങ്ങളൊക്കെ അവതാരത്തിലായി. ഡിഫെൻഡ് ചെയ്ത് തോറ്റു, ഇന്നിതാ ചേസ് ചെയ്തും തോറ്റു. 235 എന്ന് പറയുന്ന കൂറ്റൻ സ്കോറാണ് സൺറൈസേഴ്സ് പഞ്ചാബിനെതിരെ ആദ്യം ബാറ്റ് ചെയ്തെടുത്തത്. പഞ്ചാബ് ചേസ് ചെയ്യാൻ അടിപൊളിയാണ്, കിങ്സ് ആണ്, എല്ലാം കൊണ്ടും അടിപൊളിയാണ്. പക്ഷേ ചേസ് ചെയ്തിട്ടും ഇന്ന് തോൽക്കാനായിരുന്നു പഞ്ചാബിന്റെ വിധി. 235 റൺസിനെതിരെ 202 റൺസിൽ പഞ്ചാബിന്റെ തേരോട്ട് അവസാനിച്ചു. നമുക്കറിയാം, ഡൽഹിക്കെതിരെ 260, 270 ചേസ് ചെയ്യുന്നു. അതുപോലെ മുംബൈക്കെതിരെ ചേസ് ചെയ്യുന്നു. 250 പഞ്ചാബിനെതിരെ നിങ്ങൾ എടുക്കേണ്ട മിനിമം സ്കോർ. അതല്ലെങ്കിൽ പഞ്ചാബ് അത് 15 ഓവറിൽ തീർക്കും, 16 ഓവർ തീർക്കും. അങ്ങനെ പഞ്ചാബിന്റെ ഒരു ചേസിങ്ങിന് ഭയങ്കര ഒരു പ്രത്യേകമായിട്ടൊരു അപ്രിസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന സീസണായിരുന്നത്. ആ ഒരു സീസണിലാണ് പഞ്ചാബിനെ ചേസ് ചെയ്യാനായിട്ട് ഇട്ടുകൊടുത്ത് 235 എന്ന് പറഞ്ഞ സ്കോർ അടിച്ച് ചേസിങ്ങിൽ നിങ്ങളെ പിടിച്ച് കെട്ടാൻ സാധിക്കും എന്ന് കമിൻസും കൂട്ടരും തെളിയിച്ചേക്കുന്നത്. പ്ലെയർ ഓഫ് ദ മാച്ച് കമിൻസ് തന്നെയാണ്. 4 ഓവറിൽ 35 റൺസ് തുടങ്ങി 2 വിക്കറ്റ് എടുത്തിട്ടുള്ളൂ. പക്ഷേ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് പീക്കായിരുന്നു. ഇന്ന് ക്യാപ്റ്റൻസി, ബ്രില്യൻസ്, ഫീൽഡ് പ്ലേസ്മെന്റ്, ബോളിംഗ് ചേഞ്ച് എല്ലാം കൊണ്ടും പഞ്ചാബിന്റെ ബാറ്റ്സ്മാൻമാർക്ക് ഒരു ഗ്യാപ്പും ഒരു ക്ലൂവും കൊടുക്കാതെയാണ് ഇന്നത്തെ മത്സരം SR ജയിച്ചത്. അപ്പോൾ എന്തായാലും ടൈറ്റ് ആയിട്ടുണ്ട് പോയിന്റ് ടേബിൾ. എന്തായാലും ഫസ്റ്റ് കയറിയിട്ടുണ്ട് SRH. പഞ്ചാബ് 2ാം സ്ഥാനത്താണ്. ഓറഞ്ച് ക്യാപ്പിന്റെ ടോപ്പ് 5 എടുക്കുമ്പോൾ 3 SRH പ്ലേയേഴ്സ്, ക്ലാസൻ, അതുപോലെ തന്നെ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, 5 പേരിൽ 3 പേര് SRHന്റെ ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻ തന്നെയാണ് കൂടുതലായിട്ടും വിജയിക്കാൻ കാരണമെങ്കിൽ പോലും ബോളേഴ്സിന്റെ പേര് എടുത്ത് തന്നെ പറയണം. ഇന്നത്തെ മത്സരത്തിൽ ഇഷൻ മലിംഗ ആസ് യൂഷ്വൽ കിടു. ഈ സീസണിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് SRHന് വേണ്ടി പന്തെറിയത് ഇഷൻ മലിംഗ തന്നെയാണ്. ഇന്നും വൻ കിടലിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുസൈനും അടിപൊളിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ കമൻസ് പുള്ളിയുടെ സ്ഥിരം രീതിയിൽ കിണ്ണനായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ 3 പേരും കൂടി അടിപൊളിയായിട്ട് എറിഞ്ഞു. പിന്നെ ഹർഷദ് ദുബെ, ശിവാങ്ക് എല്ലാവരും അവരുടെ പാർട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കൂപ്പർ കോണോളി സെഞ്ചുറി അടിച്ചെങ്കിൽ പോലും ഇത്രയും വലിയൊരു സ്കോറിലോട്ട് എത്താനായിട്ട് അത് മതിയായിരുന്നില്ല. എന്തായാലും പഞ്ചാബ് തോറ്റു. തോറ്റത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിലും ബോളിങ്ങിലും പ്രശ്നങ്ങളൊക്കെ രണ്ടാമത്. ഫീൽഡിൽ ഇന്ന് എന്താണ് പഞ്ചാബ് കാണിച്ചത്? പാടത്തെ കളിയിൽ പോലും കാണിക്കാത്ത രീതിയിലുള്ള വൻ മണ്ടത്തരങ്ങൾ. അപ്പോൾ എന്തായാലും അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ടോസ് കിട്ടി. അതുപോലെ SRHന് ടോസ് കിട്ടി. SRH ഫസ്റ്റ് ബാറ്റിംഗ് എടുക്കുന്നു. പഞ്ചാബിനെ ചേസിങ്ങിന് വിളിക്കുന്നു. ചേസിങ്ങിലാണ് പഞ്ചാബും എടുക്കാനുള്ളത്. അപ്പോൾ ചേസിങ്ങിന് തന്നെ വിളിക്കുന്നു, ചേസ് ചെയ്ത് ജയിക്കട്ടെ. അതുപോലെ അഭിഷേക് ശർമ്മയും നമ്മുടെ ഹെഡും അവർ യൂഷ്വലി ചെയ്യുന്ന പോലെ അവർ ആദ്യ ഓവറിൽ തന്നെ അടിച്ച് കളിക്കുന്നു. പവർ പ്ലേക്ക് മുന്നേ തന്നെ നല്ല പവർ പ്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് അടിച്ച് കളിക്കുന്നു. അവിടെ അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് പോകുന്നു. ഒരു ക്വിക്ക് ഫയർ ഇന്നിങ്സ് കളിച്ച് അദ്ദേഹം പോകുന്നു. പവർ പ്ലേക്ക് ശേഷം ഹെഡ് പോകുന്നു. പവർ പ്ലേയിൽ 79 എന്ന് പറയുന്ന സ്കോറിലോട്ടൊക്കെ എത്തുന്നുണ്ട്. ഒരു യൂഷ്വൽ SRHന്റെ ഒരു പവർ പ്ലേ സ്കോറിനോട് അടുത്തെത്തുന്നുണ്ട്. അവിടെ ഇഷൻ കിഷനും അതുപോലെ തന്നെ ഹെൻറിക് ക്ലാസനും വരുന്നു. അവർ പയ്യെ സ്കോർ ബോർഡ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരു 11 റൺ പെർ ഓവറിലൊക്കെ സ്കോർ വരുന്നുണ്ട്. 11 ഓവറിൽ 120 കിടക്കുന്നുണ്ട്. 12 ഓവറിൽ 130 ആയിട്ട് പോകുന്നുണ്ട്. അവിടെയാണ് ബ്രേക്ക് ത്രൂ പോലെ വിക്കറ്റ്സ് എടുക്കാനായിട്ട് പഞ്ചാബിന് ചാൻസസ് വരികയാണ്. ആദ്യം ഇഷൻ കിഷന്റെ ചാൻസ്, അത് ഒരു ക്യാച്ച് കൂപ്പർ കൊണോളി വിടുന്നു. രണ്ടാമത് ഹെൻറിക് ക്ലാസന്റെ ചാൻസ്, അവിടെ ശശാങ്ക് സിംഗ് വിടുന്നു. അതുപോലെ ഒരു ചഹലിന്റെ ഓവറിൽ ഒരു സ്റ്റെമ്പിങ് ചാൻസ് പ്രഭ്സിമ്ര മിസ്സാക്കുന്നു. വീണ്ടും ഒരു ക്യാച്ച്, ക്ലാസന്റെ ഒരു ക്യാച്ച് വീണ്ടും അവിടെ ഫെർഗൂസൺ ഡ്രോപ്പ് ചെയ്യണം. അങ്ങനെ 4 ചാൻസ് അടുപ്പിച്ച് പെട്ടെന്നുള്ള ഇന്റർവെല്ലിൽ 4 ഷുവർ ചാൻസ്. അതും ക്യാച്ചസ് 3 ഈസി ക്യാച്ചസ് ആണ്, ഒരു ടഫ് ചാൻസ് പോലും അല്ല. 3 ഈസി സിറ്റേഴ്സാണ് 3 പഞ്ചാബിന്റെ ഫീൽഡർമാർ ഡ്രോപ്പ് ആക്കുന്നത്. കൊണോളി, അതുപോലെ തന്നെ ഫെർഗൂസൺ, അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് ഡ്രോപ്പ് ചെയ്യുന്ന 6ാമത്തെ ക്യാച്ചാണ് ഈ സീസണിൽ. ബാറ്റിങ്ങിൽ കാര്യമായിട്ട് പെർഫോമൻസ് ഒന്നും ഈ സീസണിൽ വന്നിട്ടില്ല. വെറും 19 റൺസ് കണ്ടാണ് ശശാങ്ക് സിംഗിന് ഹൈ സ്കോർ വന്നേക്കുന്നത്. ഫീൽഡിങ്ങിലാണ് ഇത്രയും മോശം പ്രകടനം. ഒരു മത്സരത്തിൽ നമുക്കറിയാം ശശാങ്ക് സിംഗ് അടുപ്പിച്ച് 4 ക്യാച്ചൊക്കെ ഇട്ടൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരത്തിൽ അവർ 50 റൺസിന് ജയിച്ചു. ശ്രേയസ് അയ്യർ വളരെ കൂളായിട്ട് ചിരിച്ച് ഹാൻഡിൽ ചെയ്യുന്നു. ഇങ്ങനെ വേണം ഒരു ക്യാപ്റ്റൻ. ഫീൽഡിലെ മിസ്റ്റേക്സിന് ചിരിച്ചുകൊണ്ടല്ല ഒരിക്കലും, ഏത് ക്യാപ്റ്റനാണെങ്കിലും ഫീൽഡിങ്ങിലെ മിസ്റ്റേക്സിന് ചിരിച്ചുകൊണ്ടല്ല അത് ഡീൽ ചെയ്യേണ്ടത്. അത് ധോണിയൊക്കെ പലപ്പോഴും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. കളി ജയിച്ചാൽ പോലും ഫീൽഡിൽ നിങ്ങൾ ലേസി ആയിട്ട് ഫീൽഡിൽ മിസ്റ്റേക്സ് വരുത്തുകയാണെങ്കിൽ അത് നിങ്ങൾ അതിന് ശിക്ഷ അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് നിങ്ങൾ ചീത്ത കേൾക്കേണ്ട തന്നെയാണ്.
പക്ഷെ ശ്രേയസ് അയ്യർ എന്തോ അന്ന് വളരെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു. അതിന്റെ റിസൾട്ടാണ്. അതിന് ശേഷമുള്ള കളിയിൽ നശാങ്ക് സിംഗ് ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു, ഇന്നത്തെ മത്സരത്തിലും ക്യാച്ച് ഡ്രോപ്പ് ചെയ്യുന്നു. ക്രൂഷ്യൽ വിക്കറ്റ്സ് ഹെൻറി ക്ലാസിന്റെ അതുപോലെ തന്നെ ഇഷാൻ കിഷന്റെ 2 വിക്കറ്റ് അവിടെ പോയിരുന്നെങ്കിൽ 180 താഴെ ഒതുങ്ങിയാണ് സൺറൈസേഴ്സ്. അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നു, രണ്ടുപേരും അർദ്ധ സെഞ്ചുറി അടിക്കുന്നു, ടീം സ്കോർ 235 എന്ന് പറയുന്ന സ്കോറിലോട്ട് പോകുന്നു. മെന്റലി അവിടെ ഡൗൺ ആവാണ്, ബോളേഴ്സ് ഡൗൺ ആവാണ്. ഇന്നത്തെ ചഹലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ബോൾ ചെയ്തത്. അദ്ദേഹം 40 താഴെ 35 റൺ സംതിങ് ആണ് കൊടുത്തിട്ടുള്ളൂ. അതും ആൻസണൊക്കെ 16 റൺസ് കൊടുത്തിട്ടുള്ള ആ ഒരു മത്സരത്തിൽ ഏറ്റവും കിടലായിട്ട് ബോൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് വിക്കറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അൺഫെയർ ആയിട്ടുള്ള കാര്യമാണ്. ഫീൽഡേഴ്സ് ഭയങ്കര മോശം പഞ്ചാബിന്റെ. റിക്കി പോണ്ടിങ് ചിരിച്ചുകൊണ്ടാണ് അതിനെതിരെ സംസാരിച്ചെങ്കിൽ പോലും അദ്ദേഹം മൈൻഡിൽ അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാകും ഫീൽഡേഴ്സിന്റെ ഈ പുവർ പെർഫോമൻസ് കാരണം. എന്തായാലും അവിടെ തന്നെ കളി തോറ്റു, പഞ്ചാബ് അവിടെ കളി തോറ്റു. പിന്നീട് ബോളിങ്ങിലേക്ക് വരുമ്പോൾ തുടക്കം തന്നെ ആര്യ കമിൻസ് മടക്കുന്നു. പിന്നീട് അങ്ങോട്ട് ഒരു ഘട്ടത്തിൽ പോലും മത്സരത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് പഞ്ചാബിന് സാധിച്ചില്ല. ഒരു സൈഡിൽ കൂപ്പർ കോണോളിൽ നിൽക്കുന്നു, അദ്ദേഹം റൺസ് അടിക്കുന്നുണ്ട്, എന്നാൽ പോലും അപ്പുറ സൈഡിൽ കൃത്യമായ ഇന്റർവെൽസിൽ വിക്കറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ മറ്റൊരു ചേസാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം സോണാണ്. പക്ഷെ തുടക്കത്തിൽ 2 വിക്കറ്റ് പോകുന്നു, അദ്ദേഹം പ്രഷർ ആവുന്നു, അദ്ദേഹം ഔട്ടാവുന്നു. അപ്പൊ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്തായാലും അവിടെ കമിൻസിന്റെ ബോളിംഗ് ചേഞ്ച് ആയാലും ഫീൽഡ് പൊസിഷൻ, അതായത് കൃത്യം 2 4 2 ബൗണ്ടറീസ്, ഇഷൻ മലയ്ക്കെതിരെ 2 ബൗണ്ടറി അടിക്കുകയാണ്. കൂപ്പർ കോണോട് 2 ബൗണ്ടറി അടിക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ കമിൻസ് വരുന്നു, ബോളറോട് സംസാരിക്കുന്നു, ഫീൽഡിൽ കാര്യമായിട്ട് ചേഞ്ചസ് വരുന്നു, അടുത്ത ബോളുകളിലൊന്നും ബൗണ്ടറി വരുന്നില്ല. കമിൻസിന്റെ ക്യാപ്റ്റൻസിയുടെ ഒരു ഇടപെടലാണ്, അദ്ദേഹത്തിന്റെ ഒരു ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് കൃത്യമായിട്ട് കണ്ടൊരു മത്സരം വരുന്നത്. ഫീൽഡിൽ കൃത്യമായിട്ടുള്ള ചേഞ്ചസ്, ഫീൽഡ് പ്ലേസ്മെന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാച്ചിങ് എഫിഷ്യൻസി, ഇന്ന് ഫസ്റ്റത്തെ 2 ക്യാച്ചും, ഫസ്റ്റ് ഇഷൻ മലിംഗ് എടുത്ത് ക്യാച്ച്, അതുപോലെ തന്നെ കമിൻസ് എടുത്ത 2ാമത്തെ ക്യാച്ച്, 2 ടഫ് ക്യാച്ചുകളായിരുന്നു. അത് എടുത്തിട്ട് പഞ്ചാബിനുള്ള അതിലൂടെ ഒരു മറുപടിയാണ് കൊടുത്തത്, ഫീൽഡിൽ നന്നായി ചെയ്താലേ കളി ജയിക്കുള്ളൂ. അപ്പോൾ ബാറ്റിങ്ങിൽ നിങ്ങൾ ഭയങ്കര ടീമായിരിക്കാം, ഭയങ്കര പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഫീൽഡിങ്ങിൽ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, കളി ജയിക്കാൻ പറ്റില്ല. ആദ്യത്തെ 7 കളി 6 കളിയും ജയിച്ച് ഒരു കളി തോക്കാതെ വന്ന ടീമാണ് ഇപ്പം 3 കളി അടുപ്പിച്ച് തോറ്റേക്കുന്നത്. എന്നാലും പഞ്ചാബിൻ്റെ കാര്യങ്ങൾ അത്ര സേഫ് അല്ല. പ്ലേ ഓഫ് മേ ബി കളിക്കുമായിരിക്കും, പക്ഷേ ഈ ഒരു കളിയും വെച്ചിട്ട് ഒരിക്കലും നമുക്കൊരു കപ്പ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഫീൽഡിൽ നന്നായി എഫേർട്ട് ഇട്ടില്ലെങ്കിൽ കപ്പ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബോളേഴ്സ് വീക്കായിരിക്കും, ബോളേഴ്സ് മെന്റലി ഡൗൺ ആവും. നമ്മളത്ര നന്നായി ചെയ്യുന്നു, ക്യാച്ച് എടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മെന്റലി ഡൗൺ ആവുമല്ലോ ബോളേഴ്സ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണെന്ന് കണ്ടത്. എന്തായാലും ചേസിങ്ങിൽ കാര്യമായിട്ട് പ്രശ്നങ്ങളില്ലാതെ പോകുക എന്ന പഞ്ചാബിന് ചേസിങ്ങിലും ഇന്നൊരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും SRHനെ പറ്റി എടുത്ത് പറയണം. കാരണം SRH ആദ്യത്തെ 3 കളി കഴിയുമ്പോൾ 2 കളി തോറ്റ് നിൽക്കുമായിരുന്നു. പിന്നീടുള്ള 7 കളികളിലാണ് അവർ 5 കളികൾ ഇപ്പോൾ ജയിച്ചേക്കുന്നത്. അപ്പോൾ അതൊരു വണ്ടർഫുൾ കംബാക്ക് തന്നെ, ബ്രില്യൻ കംബാക്ക് തന്നെയാണ്. കമിൻസ് കൂടി വന്നതോടുകൂടി ആ ടീമിൻ്റെ ആറ്റിറ്റ്യൂഡ് മൊത്തത്തിലാണ് മാറി. ബാറ്റ്സ്മാൻമാരെ മികവിൽ ജയിച്ചു പോയിരുന്ന ടീം പ്രഫുൽ ഇഞ്ചും അതുപോലെ തന്നെ ഹുസൈനും വന്നപ്പോൾ ബോളിങ്ങിൽ ഉണർവ് വന്നു. പിന്നീട് ഹുസൈൻ ടീമിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഹുസൈൻ ഉണ്ടായി, ഹിഞ്ചിനെ മാറ്റി പൊസിഷൻ അല്ലെങ്കിൽ തുടക്കം തൊട്ട് നന്നായി എറിയുന്നുണ്ട്. അതുപോലെ കമിൻസും വന്നപ്പോൾ ബോളിങ്ങിന് മുറിച്ച് കൂടിയിട്ടുണ്ട്, ഒരു ബാലൻസ്ഡ് ടീമായിട്ട് മാറിയിട്ടുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ കോൺട്രിബ്യൂഷൻ ബോളിങ്ങിനെടുത്ത് പറയണം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ നമ്മുടെ പ്രഡിക്ഷനിൽ ടോപ്പ് 4 വരും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടീമായിരുന്നു SRH. പക്ഷേ നമ്മുടെ പ്രഡിക്ഷന് വിപരീതമായിട്ട് അവർ ടോപ്പ് 4 വന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ്, അവർ ടോപ്പ് 4 വന്നില്ല. അപ്പോൾ മത്സരമാണ്, പലപ്പോഴും അങ്ങനെ പ്രതീക്ഷിക്കാതെ പോലെ സംഭവിക്കുമല്ലോ. അപ്പോൾ എന്തായാലും SRH നല്ല കിടിലനായിട്ട് കളിക്കുന്നുണ്ട്, നല്ല കിടിലൻ കംബാക്ക് നടത്തിയിട്ടുണ്ട് അവർ. പഞ്ചാബും കംബാക്ക് നടത്തണം. ഇനിയിപ്പോൾ അവർക്ക് 3 മത്സരങ്ങൾ ഹോം മത്സരങ്ങളാണ്. അപ്പോൾ ഹോം മത്സരങ്ങളിൽ പഞ്ചാബ് കരുത്ത് തെളിയിക്കാറുണ്ട്. അപ്പോൾ അതിലൊന്ന് RCB ആയിട്ടാണ്. അപ്പോൾ ആ മത്സരമൊക്കെ ഭയങ്കര ക്രൂഷ്യലായിരിക്കും, ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പോൾ ഫീൽഡിങ്ങിൽ ഈ മിസ്റ്റേക്സിനെ പറ്റിയിട്ട്, അതുപോലെ നമ്മുടെ ധോണി ആയാലും രോഹിത് ശർമ്മ ആയാലും ഫീൽഡിങ്ങിലും മിസ്റ്റേക്സിനെ അവർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തിരുന്നത്, ശ്രേയസ് അയ്യരെ പോലെ ചിരിച്ചുകൊണ്ട് തമാശയായിട്ട് അത് എടുക്കണോ അല്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കണോ, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നാളെ വരുന്നതായിരിക്കും. എന്തായാലും താങ്ക് യു.